എന്താണ്? ഭാനുവിന് ഇഷ്ടമാണോ? എന്താ? ഇവിടെ ചേച്ചിക്കും ചേട്ടനൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഭാനുവിനെ ശരിക്കും ഇഷ്ടമാണോ? ഞാൻ നല്ലൊരു ഭാര്യയല്ലേ? നീ അടിപൊളിയല്ലേ? എടോ, അവർക്കൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നോട് എന്ത് ഇഷ്ടക്കുറവ്? സോറി. നമുക്കേ പെട്ടെന്ന് തന്നെ വീട് മാറാം. നമുക്ക് പതിയെ മാറിയാൽ മതി. എനിക്കൊരു വള വാങ്ങിച്ചു തരുമോ? വളയോ? ആ, ഒരൊറ്റ വള. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു വള? അതെന്താ, കാര്യങ്ങൾ ബോധ്യയില് ഭാനുവിന് വള മേടിച്ചിടാൻ പറ്റുന്നുണ്ടോ? അയ്യോ, തമ്പുരാട്ടി ആഗ്രഹിച്ച വള നാളെ തന്നെ കയ്യിലിട്ടരും പോരെ? മാഡത്തിന് ശരിക്കും എന്ത് വളയാ വേണ്ടത്? എടോ, ഈ ആന്റി കളക്ഷൻ, ഈ ട്രഡീഷണൽ. ഇതൊക്കെ ആന്റി കളക്ഷൻസ് ആണ് മാഡം. ഇതൊന്നും അല്ല. ഈ നല്ല വീടൊക്കെ ആയിട്ട്, രണ്ട് സൈഡിലെ കൊത്തുപണികളും നല്ല പച്ചക്കല്ലൊക്കെ ആയിട്ട്. ഒരു പച്ചക്കല്ല്. നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത് മോളെ? മാഡം ഇതൊന്ന് നോക്കൂ. ഇതൊന്നല്ല. ഇതിനെന്താണ് കുഴപ്പം? ഇത് ഭാനു പറഞ്ഞ് മനസ്സിലാവില്ല. ഇതിനൊന്നൊരു തറവാടത്തില്ല. നീ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞൊരു ചുക്കും നടക്കില്ലട്ടാ. നിനക്ക് വള തന്നെയാണോ ആവശ്യം, അതോ നിന്റെ തറവാടിത്തം മറ്റേ? ഭാനു, വിശു വിശു സോറി, ഞാനേ പെട്ടെന്ന്. കൈവിട് ഭാനു, വിട്. എന്നെ കെട്ടിക്കൊണ്ടെന്ന വകയില് ഭാനു വരെ ചെലവൊന്നും ഉണ്ടായില്ലല്ലോ? ഉണ്ടോ? വിശു, നീ ഇതെന്തൊക്കെയാണ് ഈ പറയണത്? അത് ഭാനുവിന്റെ ഇമോഷൻ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ അനുഭവിച്ച അപമാനം അത് ഭാനുവിന്റെ അപമാനം തോന്നാത്തോണ്ട്. ഞാൻ കണ്ട വള ആക്ഷയ സെന്ററിലെ പീറപ്പണ്ടയിൽ ഇപ്പഴും ഇരിപ്പുണ്ട്. ഭാനു പച്ചാണെങ്കിൽ അവിടെ വരെ പോവാ. അതിന്റെ ഫോട്ടോയോ മോഡലോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്കതുപോലത്തെ വള തന്നെ വേണം.